ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓഡിയോ ക്ലിയർ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നില്ലേ? എല്ലാവരും പറയണേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ വേഗം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, യൂണിറ്റ് ഡിജിറ്റ്, ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ? സീരീസ് ആൻഡ് സീക്വൻസ് എക്സാമ്പിൾസ് ആണ്. ദേ 0, 1 + 1 + 2 + 3 പ്ലസ്, അതായത് ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ AP, അതായത് സീരീസ് മനസ്സിലാക്കുക. ഒരു എന്താ പറയുന്നത്, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും നമുക്ക് അവിടെ, അല്ലെങ്കിൽ കറക്റ്റ് കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു റിലേഷൻ കാണും. ആ ഒരു പാറ്റേൺ പോകുന്നതിൽ ഒരു റിലേഷൻ കാണും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇവിടെ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതില് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കേ, സം ഓഫ് n ടേംസ് ഇൻ AP. ഓക്കെ, സം ഓഫ് m ടേംസ് ഇൻ AP ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ വരുന്നത്? സം എന്ന് പറയുന്നത് ഈസിക്കൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇക്വേഷൻ നോക്കിയേ, n എന്ന് പറയുന്നത് സം ഓഫ് n ടേംസിന്റെ ആണ് n. 2a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് n-1 എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം -1 ഇൻറ്റു d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, GP ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. അതായത് ഒരു സീരീസ് ജോമെട്രിക് സീരീസ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ എങ്ങനെ ആയിരിക്കും? R, അതായത് ജോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ R ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ, അതായത് ഡിവൈഡഡ് ബൈ Tn-1 എന്ന് വരും. ഓക്കെ, R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. ജനറൽ ടേം എന്ന് പറയുന്നത് സീരീസ് വിത്ത് എ ഫസ്റ്റ് ടേം A ആൻഡ് കോമൺ റേഷ്യോ R ആയിരിക്കും. സോ Tn ഈക്വൽ ടു AR റേസ് ടു n-1. A എക്സ് ബി എന്ന് പറയുന്നത് ആർ ദി ജോമെട്രിക് സീരീസ് ആണ്. സോ നോക്കിക്കേ, B/X ഈക്വൽ ടു X/A എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ X ഈസ് ഈക്വൽ ടു +or- √AB എന്ന് വരും. സോ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? A ഇൻറ്റു R റേസ് ടു n-1 ഡിവൈഡഡ് ബൈ R-1. ഓക്കെ, വെൻ എപ്പോഴാണ്? R ഗ്രേറ്റർ ആണെങ്കിൽ. ഇനി R സ്മോൾ ആർ ഇങ്ങനെയാണ് കേസ് വരുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? സം ഈസ് ഈക്വൽ ടു A ഇൻറ്റു എന്ത് വരും? R റേസ് ടു n-1 ഡിവൈഡഡ് ബൈ 1 - R എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇക്വേഷൻസ് കിട്ടുക. ഓക്കെ, ഓക്കെ, അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ നോക്കിക്കേ, നോക്കിക്കേ, സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ്? ആറാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 1 എന്ന് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ആറ് എന്താണ്? ചെറുതാണ് അല്ലെ? അപ്പൊ A ഇൻറ്റു 1 - R റേസ് ടു n. സോറി, ഇവിടെ ഞാൻ തിരുത്തിയില്ലായിരുന്നു അല്ലെ? അതായത് 1 - R റേസ് ടു n ഡിവൈഡഡ് ബൈ 1 - R എന്ന് വരും. ഓക്കെ, ഇനിയും എന്താണ്? ആറാണ് ഗ്രേറ്റർ ദാൻ 1-നെക്കാട്ടിൽ വലിയ വാല്യൂ ആണ് ആറിന് വരുന്നതെങ്കിലോ A ഇൻറ്റു R റേസ് ടു n-1 ഡിവൈഡഡ് ബൈ R-1 എന്ന് വരും. ഓക്കെ, ഇനി സമ്മിന്റെ ഇക്വേഷൻസ് ആണ് ഇത്, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻസ് ഇത്രയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, അപ്പൊ നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, AP GP ഓൾറെഡി ക്ലാസ്സുകൾ കണ്ടതാണല്ലോ. അപ്പൊ വേഗം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. എന്തായിരിക്കും വരുന്നത്? വേഗം ചെയ്തോ.
ഓക്കെ, എന്താ വരുന്നേ? അതായത് the third and ninth term of an arithmetic progression are -8 and 10 respectively. What is the 16th term ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്കിവിടെ ഏത് ടേം ചോദിച്ചാലും നമുക്കറിയാം എങ്ങനെയാ ഇതിന്റെ മീൻസ് ആ ഒരു സീരീസ് പോകുന്നത്. എ, എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എന്നുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ എങ്ങനെ നോക്കിയാൽ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? ഡി ആണ് വരുന്നത്. ഓക്കെ, അതായത് കോമൺ ആയിരിക്കും ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ തേർഡ് ടേം ആണ് അല്ലേ? തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ പ്ലസ് എന്ത് വരും? ഇതിൽ നിന്നും ഒന്നങ്ങ് കുറയ്ക്കുക, 2d എന്ന് വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നയൻത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? നയൻത്ത് ടേം എന്ന് പറയുന്നത് എ പ്ലസ് 8d എന്ന് എഴുതും. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ എ പ്ലസ് 2d എന്ന് പറയുന്നത് -8 ആണെന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് 8d എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ എയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കിക്കേ. ഇത് രണ്ടും കൂടി, അതായത് എ ആണ്, സോ നെഗറ്റീവ് കൊണ്ട് ഞാൻ ഇവിടെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പ്ലസ് എയും മൈനസ് എയും കൂടി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു? 2 - 8 എന്ത് വരും? -6d എന്ന് വരും. ഈക്വൽ ടു -8 - 10 എന്ത് വരും? -18 എന്ന് വരും. സോ മൈനസും മൈനസും ക്യാൻസൽ ആയി. സോ ഡി ഈസ് ഈക്വൽ ടു 18/6 എന്ത് വരും? ഡിയുടെ വാല്യൂ 3 എന്ന് കിട്ടും. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടത്തില്ലേ? സോ നോക്കിക്കേ, എ പ്ലസ് 2d എന്ന് പറയുന്നത് -8 ആണ്. ഓക്കെ, -8 ആണ് എ പ്ലസ് 2d എന്ന് പറയുന്നത്. സോ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് 2 ഇൻറ്റു 3 അല്ലെ? ഡിയുടെ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. സോ -8. അപ്പൊ നോക്ക്, എ ഈക്വൽ ടു -8 - 6 എന്ന് വരും. ഈ 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ എ ഈസ് ഈക്വൽ ടു -14 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എ പ്ലസ് എന്താണ് 16th ടേം ആണ് വേണ്ടത്. സോ 16th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ പ്ലസ് 15d ആണല്ലോ. എ പ്ലസ് 15d. സോ എയുടെ വാല്യൂ -14 പ്ലസ് 15 ഇൻറ്റു ഡി. ഡി എന്താ? 3. സോ നോക്കിക്കേ, -14 പ്ലസ് 15 ഇൻറ്റു 3 45. ഓക്കെ അല്ലേ? അപ്പം ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 31. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചെയ്തതിൽ? ഓക്കെ ആണെന്ന് പറഞ്ഞേ വേഗം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. ക്ലിയർ ആയില്ലേ? എവിടെയാ ഡൗട്ട് വരുന്നേ പറഞ്ഞേ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് എ പ്ലസ് എ, എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എന്നുള്ള രീതിയിലാണ് ആ ഒരു സീരീസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്താണ്? സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുക എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും രണ്ട് ടേം, അടുപ്പിച്ചുള്ള രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇപ്പൊ ഇത് കണ്ടോ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. സോ ഫോർത്ത് ടേമിൽ നിന്നും തേർഡ് ടേം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ച് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് കിട്ടും. അതായത് ഇതെല്ലാം എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ തേർഡ് ടേം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ടേമിന്റെ ഇക്വേഷൻ എന്താണ്? തേർഡ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേം പ്ലസ് എന്താണ്? 2 ഇൻറ്റു ഡി. ഇങ്ങനെയാണ് വരുന്നത്. അതായത് n-1 ഇൻറ്റു ഡി. ഓക്കെ, അതായത് തേർഡ് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇക്വേഷൻ എന്താ? ജനറൽ ഫോം എങ്ങനെയാണ്? തേർഡ് ടേം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എ പ്ലസ്, അതായത് n-1 ഇൻറ്റു ഡി. n ആണ് എന്ത്? 3 എന്ന് പറയുന്നത്. അതായത് nth ടേം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് n-1 ഇൻറ്റു ഡി. അപ്പൊ എന്ത് വരും? എ പ്ലസ് 2d എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇനി ഫോർത്ത് ടേം ആണെങ്കിൽ എന്ത് വരും? ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് n എന്താ? 4 ആണ്. സോ 4 - 1 എന്ന് പറഞ്ഞാൽ 3d. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത് എന്താ ചോദിക്കുന്നത്? അതിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ചോദിച്ചത് എങ്ങനെയാ? ഏതാ? തേർഡ് ടേം എ പ്ലസ് 2d എന്ന് എഴുതി. നയൻത്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 8d എന്ന് എഴുതാം. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, അപ്പൊ നോക്കിക്കേ,
അപ്പൊ തേർഡ് ടേമും നയൻത്ത് ടേമും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? രണ്ട് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം ആക്കുക. ഏതെങ്കിലും രണ്ട് ടേംസ് ഒന്നെങ്കിൽ ഡി സെയിം ആക്കുക അല്ലെങ്കിൽ എ സെയിം ആക്കുക. ഇവിടെ ഇപ്പം എ ആണ്. ഡി സെയിം ആക്കാൻ പോയാൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ത്രൂ ഔട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് മൾട്ടിപ്ലൈ ചെയ്തില്ല. ഇവിടെ രണ്ട് ടേംസ് എ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഒന്ന് പ്ലസ് ചെയ്യും ഒന്ന് മൈനസും ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ നെഗറ്റീവ് കൊണ്ട് ഈ ഒരു ഇക്വേഷനെ ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. സോ -8d -10 എന്ന് വന്നു. സോ -aയും +aയും എന്ത് ചെയ്തു? ഇത് ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കട്ടായി പോയി അല്ലേ? ഇത് വെട്ടിക്കളയാം. അപ്പൊ എന്ത് വരും? -8 + 2 എന്ന് പറഞ്ഞാൽ -6 ആവും. -10 -8 എന്ന് പറയുന്നത് -18 ആവും. ഈക്വലിന് രണ്ട് സൈഡിലും മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ക്യാൻസൽ ആക്കി കളയാം അല്ലേ? അപ്പോൾ ക്യാൻസൽ ആക്കിയപ്പം ഡിയുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഞാൻ കൊണ്ട് കൊടുക്കുകയാണ്, ഡിയുടെ വാല്യൂ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് എയുടെ ആൻസർ കിട്ടത്തില്ലേ? അല്ലേ? അതാണ് ഈ ചെയ്തിട്ടുള്ളത്, എയുടെ വാല്യൂ. ഇനി 16th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം വെച്ച് തന്നെ കണ്ടുപിടിക്കുക അല്ലേ? nth ടേമിന്റെ ഇക്വേഷൻ ആണ് a + n - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്. അപ്പൊ എന്നിന് 16 കൊടുത്തു. സോ 16th ടേം ഈസ് ഈക്വൽ ടു a + 16 - 1 ഇൻറ്റു ഡി. അപ്പൊ എന്ത് വരും? a + 15d എന്ന് വരും. അതാണ് ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ആ വാല്യൂ എയുടെയും ഡിയുടെയും വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 31 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരുപാട് ടൈം നമുക്ക് ഒരു ക്വസ്റ്റ്യന് കളയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് വേഗം ചെയ്യണം. ഓക്കെ, വേഗം ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ചെയ്തേ വേഗം. സം ഓഫ് 101 + 102 + 103 + എക്സെട്ര അപ് ടു 200 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വേഗം ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. കുറച്ച് പേർക്ക് കിട്ടി. ഓക്കെ, കറക്റ്റ് ആണ്. ചെയ്തോ? എല്ലാരും ചെയ്തോ? ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എങ്ങനെയാ ചെയ്യുന്നേ? 101 + 102 + 103 + എക്സെട്ര അപ് ടു 200. അപ്പോൾ ഫസ്റ്റ് ടേമും ഉണ്ട് ലാസ്റ്റ് ടേമും ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുള്ളെങ്കിൽ സം എന്ന് പറയുന്നത് എന്താണ്? സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് n എത്രയാ? 1 തൊട്ട്, അതായത് 101 തൊട്ട് 200 വരെ എന്ന് പറഞ്ഞാൽ 100 നമ്പേഴ്സ് ആണുള്ളത്. സോ n എന്ന് പറയുന്നത് 100 ആണ്. സോ 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 200. ഓക്കെ, അപ്പൊ നോക്ക്, 50 ഇൻറ്റു 101 + 200 എന്ന് പറയുന്നത് 301 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15,050 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഓക്കെ, മ്യൂട്ട് ആക്കി വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ വേഗം.
3, 6, 12, 24 എക്സെട്ര ആണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ദ ഫസ്റ്റ് 12 ടേംസ് ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ചെയ്തേ, വേഗം ചെയ്തു. ജോമെട്രിക് സീക്വൻസ് ആണ്. നോക്കാം എന്താ വരുന്നേ. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 12 ടേംസ് ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ജോമെട്രിക് സീക്വൻസിൽ നമുക്ക് കോമൺ റേഷ്യോ വേണം അല്ലേ. അപ്പൊ 6 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എന്ത് വരും, നമുക്ക് 2 എന്ന് വരും അല്ലേ. അപ്പൊ എന്ത് വരും, 6/3 2 അല്ലെങ്കിൽ 12/6 2, 24/12 2 കിട്ടും. സോ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 6ആണ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, സം ഓഫ് ദി n ടേംസ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ഇക്വേഷൻ എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ത് വരും, a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ആണോ 1 മൈനസ് r റേസ് ടു n ആണോ വരുന്നത്. ആൻസർ ചെയ്തേ. r raised to n minus 1. r റേസ് ടു n മൈനസ് 1 കാരണം എന്താ, ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. സോ r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r റേസ് ടു n മൈനസ് 1. സോ a എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം എന്താണ് 3 ആണ്. സോ r റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്ത് വരും, r എന്ന് പറയുന്നത് 2 ആണ്. സോ 2 റേസ് ടു n എത്രയാ, n എന്ന് പറയുന്നത് 12 ടേംസ് ആണ് അല്ലേ. സോ 12 മൈനസ് എന്ത് വരും 1 ഈക്വൽ ഡിവൈഡഡ് ബൈ എന്ത് വരും 2 റേസ് ടു 12 മൈനസ് 1. ഓക്കെ അല്ലേ. ഡിനോമിനേറ്റർ r minus 1 അല്ലേ ഉള്ളൂ. സോറി ഞാൻ വിട്ടുപോയി. ഓക്കെ r മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 മൈനസ് 1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 1 തന്നെയാണ് വരുന്നത്. സോ 3 ഇൻറ്റു 2 റേസ് ടു 12 മൈനസ് 1 എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് 2 റേസ് ടു 12 എന്ന് പറയുന്നത്, എത്രയാണെന്ന് പറയാവോ ആർക്കേലും. 2 റേസ് ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, അതായത് 2 റേസ് ടു 2 എന്താണ് 2 റേസ് ടു 3 വരെ നമുക്കറിയാം അല്ലേ. 2 റേസ് ടു 3 ചോദിച്ചാലും നമുക്കറിയാം. സോ അങ്ങനെ നമ്മൾ എടുത്തു നോക്കുക. ഓക്കെ, 2 റേസ് ടു 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 2 റേസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ അല്ലേ. 2 റേസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യാം, 8ന്റെയും നമുക്ക് ക്യൂബ് എടുത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു പോവുക കേട്ടോ. അല്ലെങ്കിൽ 2 റേസ് ടു 12 വളരെ കുറച്ച് ചെറിയ നമ്പേഴ്സ് ആണ്. ഓക്കെ, വലിയ നമ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. സോ 2 റേസ് ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4096 ആണ് വരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു സെക്കൻഡ്. ഓക്കെ നോക്കിക്കേ, അപ്പൊ ഇവിടെ എന്താ പറയുന്നേ, 3 ഇൻറ്റു 2 റേസ് ടു 12 മൈനസ് 1 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും, 4096 മൈനസ് 1 ആണ് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ പറയുന്നേ.
ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ അല്ല, ഓക്കെ. അതായത് നോക്കിയേ 3, 6, 12, 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം 3 ആണ്, ആർ എന്ന് പറയുന്നത് 2 ആണ്. സോ a ഇൻറ്റു ആർ ഈസ് ടു n മൈനസ് 1/r-1 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ 2^12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2^12 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 4096 ആണ് വരുന്നത്. സോ 3 ഇൻറ്റു 4095 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 12,285 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതല്ലേ നമുക്ക് കിട്ടുന്ന വാല്യൂ. ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? ഇക്വേഷൻസ് അറിയാമെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലാസ് കണ്ടിട്ട് വരിക എല്ലാവരും കേട്ടോ. ക്ലാസ് കണ്ടിട്ട് വരിക. ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒന്നുമില്ല, ഇതിനകത്ത് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തു ഇതിൽ മനസ്സിലാവാത്ത എന്താണെന്നൊന്ന് പറഞ്ഞേ. ക്ലാസ് കണ്ടതാണോ? കണ്ടതായിരുന്നു എല്ലാവരും ക്ലാസ്? പറഞ്ഞേ. ക്ലാസ് കണ്ടിട്ടാണോ കയറിയേ? ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്തുകൂടെ? ഇക്വേഷനകത്ത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, എന്താണ്? 3 ആണ്. ഫസ്റ്റ് ടേം 3 ആണല്ലോ. ആർ എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞു, രണ്ട് ടേംസ്, തൊട്ടടുത്തുള്ള രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യുക. ഓക്കെ, അപ്പൊ 6/3 ചെയ്താലും 12/6 ചെയ്താലും 24/12 ചെയ്താലും നമുക്ക് കിട്ടുന്ന കോമൺ റേഷ്യോ 2 ആണ്. സോ ആറിന് 2 കൊടുക്കുക, എക്ക് 3 കൊടുക്കുക, കിട്ടുന്ന വാല്യൂ ആണ് 12,285. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതായത് ആർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? 1-നെക്കാട്ടിലും വലുതായത് കൊണ്ടാണ് r⁻1/r-1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തത്. ഇനി ആർ എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ മാറ്റിയേനെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിയോ? ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പറയുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തേ. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 36 ആൻഡ് ഫോർത്ത് ടേം 72. ചെയ്തിട്ട് ആൻസർ പറഞ്ഞ ജോമെട്രിക് സീരീസ് ആണ് കേട്ടോ. ആൻസർ പറഞ്ഞോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. കിട്ടിയോ ചേട്ടേ?
കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ചെയ്തേ എല്ലാവരും? ചെയ്തേ. Find the sum of the first 5 terms of the geometric sequence with third term 36 ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തേർഡ് ടേം 36 ആണ്. തേർഡ് ടേം 36 എന്ന് പറഞ്ഞാൽ എന്താണ്? AR² ആണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ടേം അല്ലേ? ഓക്കെ അല്ലേ? തേർഡ് ടേം ആണ് 36 അല്ലെങ്കിൽ എന്താണ്? അതായത് നമുക്ക് T3 അല്ലേ? തേർഡ് ടേം എന്ന് പറയാം. AR² = 36. ഇനി എന്താ? ഫോർത്ത് ടേം. സോ T4 എന്ന് പറയുന്നത് എന്താണ്? AR³ എന്ന് പറയാം അല്ലേ? അപ്പൊ അതാണ് 72. ഇതെന്താ ചെയ്യണ്ടേ? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? T4 / T3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ 6 കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് വരും? 72/36 നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും ആറിന്റെ വാല്യൂ. ഈ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമൺ റേഷ്യോ കണ്ടുപിടിച്ചതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഉണ്ടോ? കോമൺ റേഷ്യോ കണ്ടുപിടിച്ചതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, കോമൺ റേഷ്യോ കണ്ടുപിടിച്ചു 2 എന്ന് കിട്ടി ആണല്ലോ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് 36, 72 അടുത്ത എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകാം അല്ലേ? പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇത് 5 ടേംസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, സം കണ്ടുപിടിക്കുക അല്ലേ? സം എന്ന് പറയുന്നത് എന്താണ്? കോമൺ റേഷ്യോ 2 ആയതുകൊണ്ട് തന്നെ എന്താണ്? A × R⁻n−1ന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ കാരണം 1നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് 2. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അല്ലേ? ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് AR² എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്? 36 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കോമൺ റേഷ്യോ എത്രയാണ്? 2 ആണ്. അതായത് 2ന്റെ സ്ക്വയർ. ഓക്കെ, 36. സോ A = 36/4 എന്ത് വരും? 9 എന്ന് നമുക്ക് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ A എന്താന്ന് നമുക്ക് കിട്ടി. അപ്പൊ നോക്ക്, 9 ഇവിടെ കൊടുത്തു. R എന്ന് പറയുന്നത് 2 ആണ്. സോ 2 എത്ര ടേംസ് ഓഫ് 5 ആണ്? സോ 2 × 5 - 1 എന്ത് വരും? 2 - 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 × 2 × 5 എന്ന് പറയുന്നത് എത്രയാണ്? പറഞ്ഞ 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നേ? ആർക്കെങ്കിലും അറിയാവോ? 2 × 5 എന്ന് പറയുന്നത് 32 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? 32 എന്ന് വരും. സോ നമുക്ക് എന്ത് വരും? 32 - 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 × 31 എന്ന് വരും. സോ 279 കിട്ടും ആൻസർ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ? ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. ഓക്കെ അല്ലേ? എന്താണ്? A കണ്ടുപിടിച്ചതാണോ മനസ്സിലാവാത്തെ? A കണ്ടുപിടിച്ചത് 6 നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ ഈ ഇക്വേഷനിലേക്ക് 6 കൊണ്ടിട്ട് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായോ? അതായത് T3 എന്ന് പറയുന്നത് നമ്മുടെ ഈ ജോമെട്രിക് സീക്വൻസിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? AR² AR³ ഈ രീതിയിലാണ് പോകുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ, തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? AR² ആണ്. സോ AR²ന്റെ വാല്യൂ എന്താണ്? 36. സോ 6 കിട്ടി, 2 ആന്ന് കിട്ടി. സോ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്തത് നമ്മുടെ ഈ ഒരു അടുത്ത് നോക്കിക്കേ. അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സീരീസ്. അതായത് സമ്മ്. അതായത് നമുക്കിവിടെ നോക്കിക്കേ, 1 + 2 + 3 + 4 + etc. up to n. n എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് വേണേലും ആകാം. അതായത് ഇതെന്തായി തന്നിട്ടുള്ളത്? n നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതായത് 0 അവിടെ ഉൾപ്പെടുന്നില്ല അല്ലെ? 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ അതിന്റെ സം ഓഫ്
n ടേംസ് അല്ലെങ്കിൽ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? n ഇൻറ്റു n പ്ലസ് 1/2 വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. n ഇൻറ്റു n പ്ലസ് 1/2 വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു n സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നേ? അപ്പൊ നമുക്ക് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 എന്ന് വരും. ഓക്കെ, ഇനി ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു n ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഓഡ് നമ്പേഴ്സിന്റെ ആണെങ്കിൽ n സ്ക്വയർ എന്ന് വരും, ആൻഡ് ഈവൻ നമ്പേഴ്സിന്റെ ആണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 എന്ന് വരും. പിന്നെ ഈ സമ്മ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ആവറേജും കൂടെ നോക്കി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, n നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ n കൊണ്ടൊരു ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ n ക്യാൻസൽ ആയി. അപ്പൊ ആവറേജ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n പ്ലസ് 1/2 ആയിരിക്കും. ഇനി അടുത്ത ഇതിന്റെ, അതായത് സ്ക്വയേഴ്സിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഈ n ക്യാൻസൽ ആയിപ്പോൾ. സോ n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും വരുന്നത്. ഇവിടെയാണെങ്കിലോ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ n ക്യാൻസൽ ആയി. എന്ത് വരും? n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെയാണെങ്കിലോ n സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യാൻസൽ ആയി. എന്ത് വരും? n എന്ന് വരും. ഇനി ഇവിടെയാണെങ്കിലോ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ക്യാൻസൽ ആകുമ്പോൾ n പ്ലസ് 1 എന്ന് കിട്ടും. ഇതായിരിക്കും ഈ ഇത്രയും നമ്പേഴ്സിന്റെ ആവറേജ്, അതായത് ആവറേജ് ഓഫ് ആവറേജ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ n പ്ലസ് 1/2. ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അറിയത്തില്ലെങ്കിൽ ഒന്നുമില്ല, സമ്മ് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ n വെച്ചിട്ട് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഡിവൈഡ് ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്നത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സമ്മും ആവറേജും ക്ലിയർ ആണോ? ആവറേജ് ക്ലിയർ ആയില്ലെങ്കിൽ പോട്ടെ, ആവറേജ് നമ്മൾ പിന്നീട് എടുക്കും. സമ്മ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. സോ അടുത്തത് നോക്കിക്കേ. സം ഓഫ് 5 ക്യൂബ് പ്ലസ് 6 ക്യൂബ് പ്ലസ് 10 ക്യൂബ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിച്ചേ വേഗം. എന്താ വരുന്നേ? സം ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. എന്ത് വരും? ഇക്വേഷൻ എന്താ വരുന്നതെന്നൊന്ന് പറഞ്ഞേ ആദ്യം. ഇക്വേഷൻ പറഞ്ഞു, എന്താ വരുന്നേ? എന്താ വരുന്നേ? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ആണല്ലോ അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേ. n എന്താ വരുന്നേ? n എത്രയാ വരുന്നേന്ന് വേഗം പറഞ്ഞേ. n എത്ര വരും? പറഞ്ഞില്ല. n എത്രയാ വരുന്നേ? n എത്രയാന്ന് പറഞ്ഞേ, കമന്റ് ചെയ്തേ. അതെ, 6 ആണ് വരുന്നത് അല്ലേ? n എന്ന് പറയുന്നത് 6 ആണ്. സോ 6 ഇൻറ്റു 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. സോൾവ് ചെയ്യുമ്പോൾ ഇത് 3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 7. ഓക്കെ, 3 ഇൻറ്റു 7 21ന്റെ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 21ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 441 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? വലിയ വാല്യൂസ് ഒക്കെ എങ്ങനെയാ വന്നേ? ഓക്കെ അല്ലേ? ഈ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് 5 6 7 8 9 10, അതായത് 6 നമ്പേഴ്സേ ഉള്ളൂ. അതിന്റെ ക്യൂബ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്യൂബ് എടുക്കണ്ട, സ്ക്വയർ ആണ് കേട്ടോ. ക്യൂബ് അല്ല, സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. തെറ്റിപ്പോലെ. ഇതെല്ലാം ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഇത് ക്ലിയർ ആണല്ലോ ഈ ചെയ്തിരിക്കുന്നേ? അതെ, വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്നാണ്. അതായത് ഒന്ന് എടുത്തു നോക്കിക്കേ. അതായത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ 5 6 7 8 എന്ന് പറയുന്നത് അല്ലേ?
നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എന്തോ പറ്റി? ഓ സോറി 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 5. ഓ n നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? സോറി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അതെ അതെ, ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ചെയ്തതിന്റെ തെറ്റാണേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 to 10 വരെയുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് 1 to 4 വരെയുള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് അതായത് സം ഓഫ് n ടേംസ്, അതായത് 10 വരെയാണ്. സോ സം ഓഫ് എന്ത് ചെയ്യുക, S4 വരെയുള്ളത് നമ്മൾ അങ്ങ് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ അത് വരുന്നേ? സോ നമുക്ക് ഇവിടെ ചെയ്യുമ്പം n ഇൻറ്റു S10 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല കേട്ടോ. സോ എന്ത് വരും? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മളിവിടെ ചെയ്യുമ്പം n എന്ന് പറയുമ്പം എന്തായിരിക്കും വരുന്നത്? 10 ആണ്. സോ 10 ഇൻറ്റു 9/2 ദ ഹോൾ സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45ന്റെ സ്ക്വയർ എന്ന് വരും അല്ലേ? 45ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2025 ആണ് വരുന്നത് അല്ലേ? ചെയ്ത് തെറ്റിയോ? ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്? 45 4 ഇൻറ്റു 5. ഓക്കെ, മൈനസ് എന്താ വരുന്നത്? എന്നു പറയുമ്പോൾ 4 ഇൻറ്റു എന്ത് വരും? 3 ബൈ, കേട്ടില്ല. n ഇൻറ്റു n പ്ലസ് 1 അല്ലേ വരും? ഓ സോറി 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 സോറി. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇക്വേഷൻ എടുത്ത് തെറ്റിയല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. സോ ഇത് S10ന്റെയും സം ഓഫ് 4 ടേംസിന്റെയാണ് ഈ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ 10 കൊടുക്കാം അല്ലെ? n-ന് 10 കൊടുക്കുമ്പോൾ 10 ഇൻറ്റു 11/2, അതായത് 5 എന്ന് വരും. സോ ഇതിന്റെ ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? 4 ഇൻറ്റു 3 അല്ലല്ലോ 5, 4 ഇൻറ്റു 4 പ്ലസ് 1 5 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു 5/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു, അതായത് 55ന്റെ സ്ക്വയർ മൈനസ് എന്ത് വരും? 2 ഇൻറ്റു 5 10ന്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ 55ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 3025 ആണ്. സോ മൈനസ് 100. ഓക്കെ, അപ്പൊ 3025ൽ നിന്നും നമ്മൾ 100 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് 2925 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഈ രീതി ചെയ്താൽ മതി കേട്ടോ. മുമ്പിലത്തെ രീതിയിൽ ഞാൻ ആ ഒരു മീൻസ് ഫസ്റ്റ് ആ ഒരു 1 2 3 ആ ഒരു നമ്പേഴ്സ് നമ്മൾ ആലോചിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഈ ചെയ്തത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ.
ഇത് ഇത്രയും നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തും ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത്ര ചെറിയ നമ്പേഴ്സ് അല്ലേ, 5 to 10 വരെ ഉള്ളത് കൊണ്ട് അങ്ങനെയും ചെയ്യാം. സ്ക്വയർ എടുത്തിട്ട് അതിന്റെ സം എടുത്താലും മതി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്ന? ഇക്വേഷൻ എന്താ വരുന്നേ? പറഞ്ഞേ. n ഇൻറ്റു എന്ത് വരും? ഇക്വേഷൻ പറഞ്ഞോ. ഇക്വേഷൻ എന്താണ് വരുന്നേ? പറഞ്ഞേ. എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പൊ n-ന്റെ വാല്യൂ എന്താ കിട്ടുക? എന്താണ്? S10-ൽ നിന്നും S6 ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലേ, S4 വരെയുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, 6 മൈക്ക് ഓൺ ആണ് കേട്ടോ. 6 മൈക്ക് ഓൺ ആണേ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ നോക്കിക്കേ. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാ? S10 കണ്ടുപിടിക്കാം. ഓക്കെ, S10 കണ്ടുപിടിക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 10 ഇൻറ്റു 11 ഇൻറ്റു 21/6. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ഹാഫ് എടുക്കുമ്പോൾ ഇവിടെ 5 എന്നും 3 എന്നും വരും. കട്ട് ചെയ്യുമ്പോൾ 7. സോ 7 ഇൻറ്റു 11 എന്ത് വരും? 77 അല്ലേ? 77 ഇൻറ്റു എന്ത് പറയാം? 5 എന്ന് പറയാം. ഓക്കെ, 77 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 77 ഇൻറ്റു 5 എന്ത് വരും? 77 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് 385 എന്ന് വരും. ഓക്കെ അല്ലേ? 385 എന്ന് കിട്ടും. ഇനി അടുത്ത S4 ചെയ്യാം. അപ്പൊ അതായത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു എന്ത് വരും? 4 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 4 പ്ലസ് 1 ബൈ 6. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 4 ഇൻറ്റു 5 ഇൻറ്റു 9 ബൈ 6. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 5 15 ഇൻറ്റു 2 30 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 385 മൈനസ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 385 മൈനസ് 30 എന്താ കിട്ടുന്നത്? 355 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല. അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കോൺസെപ്റ്റ് ആണ് വരുന്നത് കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് ആണ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, വൺസ് പ്ലേസിൽ വരുന്നതാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ? ക്ലാസ് കണ്ടതല്ലേ? അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-ന്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ 1-നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ചെയ്താലും എന്തായിരിക്കും? മീൻസ് ഇപ്പൊ നോക്കിക്കേ, യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 1 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി അതായത് 1-ന് സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 തന്നെയാണ്. എന്നാൽ 2-ന്റെ സൈക്ലിസിറ്റി എന്താണ്? അതായത് സൈക്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 എടുത്തു. ഓക്കെ, 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, 2 റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 റേസ് ടു 0, എനി നമ്പർ റേസ് ടു 0 എന്തായിരിക്കും? 1 ആണ്. ഓക്കെ, അതുകൊണ്ട് 2 റേസ് ടു 1 നമ്മൾ എടുക്കണ്ട. 2-ന്റെ പവർ 1 വെച്ചൊന്ന് എടുത്ത് നോക്കിക്കേ. 2-ന്റെ പവർ 1 ആണെങ്കിൽ എന്ത് വരും? നമുക്ക് 2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി 2 റേസ് ടു 2 എന്ത് വരും? 4 എന്ന് വരും. 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഇനി 2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ വീണ്ടും എന്തായി? 2-ലെത്തി. കണ്ടോ? പറഞ്ഞോ? അതായത് 4 നമ്പേഴ്സ് കഴിഞ്ഞ് വീണ്ടും ഈ സൈക്ലിസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 റേസ് ടു 6 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 64 എന്ന് വരും. 4 തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇനി 2 റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 128 എന്ന് വരും. 8 വന്നു. കണ്ടോ? അപ്പൊ ഇനി ഓരോ നമ്പേഴ്സും നമ്മൾ അതിന്റെ പവേഴ്സ് അനുസരിച്ച് നോക്കുമ്പം അതായത് 2-ന്റെ ആണ് വരുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ റിമൈൻഡർ വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മനസ്സിലാവുന്നത്. പറഞ്ഞേ മനസ്സിലായോ? ക്ലിയർ ആണോ? പറഞ്ഞേ.
അതേപോലെയാണ് 2ന്റെ വരുന്നത്. 2 അപ്പോൾ ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? 2ന്റെ സൈക്ലിസിറ്റി അപ്പോൾ എന്താണ് വരുന്നത്? എന്താ വരുന്നത്? 4 ആണ് വരുന്നത്. 1ൻ്റെത് 1 തന്നെയായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ, 3 നോക്കിക്കഴിഞ്ഞാലും ദേ കണ്ടോ, 3യുടെ എന്തായിരിക്കും? 3 1 3 ആണ്. ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. ആൻഡ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 27 ഇൻറ്റു 9, അതായത് എൻഡ് ചെയ്യുന്ന എന്തായിരിക്കും? വീണ്ടും എൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കും? 81 എന്ന് വരും. പറഞ്ഞാൽ മനസ്സിലായോ? 27 ഇൻറ്റു 9 അല്ല, 27 ഇൻറ്റു 3 എന്ത് വരും? 81 എന്ന് വരും. ഇനി വീണ്ടും നമ്മൾ ചെയ്യാണ്, 3 ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 243 എന്ന് വരും. സോ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. കണ്ടോ, 3, അതായത് യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇനി 3 എടുത്താലും എന്ത് വരും? അടുത്ത 9ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അടുത്ത 3 വരുമ്പോൾ 7ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സൈക്ലിസിറ്റി 3യുടെയും എന്തായിരിക്കും വരുന്നത്? 4 തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് 7നും 8നും. കണ്ടോ, 7 9 3 1 8 4 2 6. അപ്പോൾ ഇതേപോലെ തന്നെ സൈക്ലിസിറ്റി ഇവർക്ക് 4, അതായത് 2നും 3ക്കും പിന്നെ 7നും 8നും എന്തായിരിക്കും? സൈക്ലിസിറ്റി 4 ആയിരിക്കും വരുന്നത്. ഇനി 5ന്റെ എന്ത് പവേഴ്സ് എടുത്താലും നമുക്കറിയാം എന്താണ്? 5ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? 5ന്റെ സ്ക്വയർ എടുത്താൽ 25, 5ന്റെ ക്യൂബ് എടുത്താൽ എന്ത് വരും? 125. 5 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625. സോ ഏത് നമ്പർ എടുത്താലും 5ൽ തന്നെയായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഓക്കെ, ഇനി 6ന്റെ എടുത്താലും അതേപോലെ തന്നെ 6 6 ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ്. ഇനി 6 എടുത്താലും 216 ഇൻറ്റു 6, അതും 6ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും സൈക്ലിസിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി എന്താ? 7ന്റെ എന്തായിരിക്കും? 7 7 സ്ക്വയർ എന്ത് വരും? 49, 9ലാണ്. ആൻഡ് 7 343. ആൻഡ് 7 അടുത്ത എന്ത് വരും? 3 ഇൻറ്റു, അതായത് 1ൽ എൻഡ് ചെയ്യും. അപ്പോൾ നോക്ക്, യൂണിറ്റ് ഡിജിറ്റ് വീണ്ടും എന്താണ്? പിന്നെയും അടുത്തത് 7, 1 ഇൻറ്റു 7 അല്ലേ? സോ 7ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇതിനും എന്തായിരിക്കും? ഈ സൈക്ലിസിറ്റി 4 ആയിരിക്കും ഇതിനും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി 8 വരുമ്പോൾ എന്തായിരിക്കും? 8 ആണ്. 8 സ്ക്വയർ 64 ആണ്. ആൻഡ് 8ന്റെ ക്യൂബ് എന്ത് വരും? അടുത്തതും 4 ചെയ്യുമ്പോൾ 2 കൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു നമ്പറാണ്. സോ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പം നമുക്ക് വീണ്ടും എന്തായിരിക്കും? ഇതും എൻഡ് ചെയ്യുന്നത് ഈ ഒരു നമ്പേഴ്സിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു നമ്പേഴ്സിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. യൂണിറ്റ് ഡിജിറ്റ് 8 4 2 6 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇനി 9ന്റെ നോക്കുകയാണെങ്കിലോ, 9 എന്ന് പറയുന്നത് 9 ആണ്. 9 സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. 9 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, 81 ഇൻറ്റു 9 എന്ത് വരും? 729 ആണ്. സോ വീണ്ടും എന്ത് ചെയ്തു? 9 1 9 1 9 1 എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ സൈക്ലിസിറ്റി അറിയാമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായോ പറഞ്ഞേ? ഇനി 10ന്റെ എപ്പോഴും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലേ? അതായത് 10 ചോദിച്ചാൽ 10 ആണ്. 10 സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ്. 10 ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ 1000 ആണ്. സോ എപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0യിൽ തന്നെയായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 1 5 6 10 ഇതെല്ലാം എന്തായിരിക്കും? അതേ നമ്പറിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, യൂണിറ്റ് ഡിജിറ്റിന്റെ സം ഓഫ് 124 പ്ലസ് 125 ഈസ് എത്രയാന്ന് കണ്ടുപിടിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേ. വേഗം കണ്ടുപിടിച്ചോ. എന്തായിരിക്കും വരുന്നതെന്നൊന്ന് പറഞ്ഞേ. യൂണിറ്റ് ഡിജിറ്റിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞേ. എന്താ വരുന്നേ? 124 പ്ലസ് 125 ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതായത് 4 ഒരു ഓഡ് നമ്പർ ആണ്, ഈവൻ നമ്പർ ആണ് വന്നിട്ടുള്ളത് അല്ലേ? അതായത് 4 ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് 4ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ,
ആൻഡ് 4 റേസ് ടു ഒരു ഈവൻ നമ്പറിലാണ് അവസാനിക്കുന്നതെങ്കിൽ റേസ് ടു ഈവൻ ആണ് പവർ വരുന്നതെങ്കിൽ അത് 6-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ 5 റേസ് ടു ഒരു എന്താ പറയുന്നത് ഓഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിക്കോട്ടെ 5-ൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും 5 തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോ നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ് വരുന്നത് 5 + 6 എന്ത് വരും 5 + 6 എന്ന് പറയുന്നത് 11 അല്ലേ. 11 അതായത് 1-ലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ആൻസർ 1 ആയിരിക്കും വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 124 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റേസ് ടു അതായത് 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ 124 4-ലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് 4 റേസ് ടു ഒരു ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ 372 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ കാരണം 2-ലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം 6 ആണ് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് 125 റേസ് ടു 33 എന്ന് പറഞ്ഞാൽ 5-ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് 5 ആണ് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാം. സോ 5 + 6 എന്ത് വരും 11 അല്ലേ. 11 ആയതുകൊണ്ട് 1 ആണ് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. സം അല്ലേ ചോദിച്ചേക്കുന്നേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോ എന്താ വരുന്നേ. ഓക്കെ കിട്ടിയോ? നോക്കിക്കേ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് 4387. നമുക്ക് എത്ര വലിയ നമ്പർ തന്നാലും ഈ 7 എടുത്താൽ മതി കേട്ടോ. 2 റേസ് ടു 45 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റു 621 റേസ് ടു 72. സോ 1 കൊണ്ട് എൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പവർ വന്നാലും 1 ആയിരിക്കും അതിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് 245 ആണ്. അതായത് 245നെ നമ്മുടെ സൈക്ലിസിറ്റി എത്രയാ വരുന്നത് 7-ന് 4 ആണ്. സോ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റിമൈൻഡർ എന്തായിരിക്കും 1 ആയിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ. അതായത് 4 കൊണ്ട് അതായത് 7 റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത് 7 റേസ് ടു 1 7 ആണ്. ഓക്കെ. അതായത് ഇപ്പൊ ഇവിടെ ഈ ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത് പറഞ്ഞേ 61 എന്ന് കിട്ടും അല്ലേ. 61 എന്നാണല്ലോ ഇത് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 61 വരും ആൻഡ് 1 റിമൈൻഡറും വരും അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ 61 ആണ് നമുക്ക് കോഷ്യന്റ് കിട്ടുന്നത്. 1 എന്ത് വരും റിമൈൻഡർ വരും ആണല്ലോ. ഈ 1 എന്ന് പറയുമ്പോൾ അധികമാണ്. സോ 7 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 അതായത് 9-ലാണ് എൻഡ് ചെയ്യുന്നത് യൂണിറ്റ് ഡിജിറ്റ്. 7 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും 3-ലാണ് എൻഡ് ചെയ്യുന്നത്. 343യുടെ 3-ലാണ് എൻഡ് ചെയ്യുന്നത്. ആൻഡ് 7 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് 7 റേസ് ടു 1 ആണ്. അധികം 1 വന്നിട്ടുണ്ട്. സോ 7 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം 7 ഇൻറ്റു 1 എന്താണെന്ന് പറയാൻ പറ്റും. 7 ഇൻറ്റു 1 എന്ത് വരും പറഞ്ഞേ. എന്തായിരിക്കും അപ്പൊ ആൻസർ കിട്ടുന്നത് 7 ഇൻറ്റു 1 എന്ത് വരും 7 എന്ന് വരും. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതായത് അധികം 1 വന്നില്ലേ. ആ 1 എന്ന് പറയുന്നത് 244 അവിടെ പോയി. ഇനി അടുത്ത ഉള്ള എന്താണ് 245 ആണ്. സോ അതിന്റെ എന്താണ് പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് 7 ഇൻറ്റു 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും അപ്പം 7 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 2 ഒക്കെ എങ്ങനെയാ വന്നത് 2 എങ്ങനെയാ വന്നത് 2 ആൻസർ വരുമോ? 2 എന്ന് പറയുന്ന ഒരു നമ്പറേ ഇല്ലല്ലോ. ഒന്നുകൂടി പറയാം. അതായത് ഈ 245 എന്ന് പറയുന്നത് നമ്മുടെ പവറാ. അതായത് ഈ പവറിന്റെയാണ് നമ്മൾ സൈക്ലിസിറ്റി പറയുന്നത്. മനസ്സിലായോ? സൈക്ലിസിറ്റി നമ്മൾ പവറിനാണ് പറയുന്നത്. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 245 അല്ലേ. അപ്പൊ 245നെ ഈ സൈക്ലിസിറ്റി എത്രയാണോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 ആണ് 7ന്റെ സൈക്ലിസിറ്റി. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 61 ആണ് നമ്മുടെ കോഷ്യന്റ് വന്നത്. അത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. എത്രയാണ് റിമൈൻഡർ വരുന്നത്? റിമൈൻഡർ 1 ആണ് വരുന്നത്. അതായത് ഈ 7 റേസ് ടു 1 ആണ് ആൻസർ.
ഓക്കെ, അപ്പൊ എന്ത് വരും? 7. അതായിരിക്കും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ്. മനസ്സിലായോ? ഇനി എന്താ, ഈ 1 ഉണ്ട്. സോ 7 ഇൻറ്റു 1 എന്ത് വരും? 7 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യുന്നേ? 71 ഇൻറ്റു 72 ഇൻറ്റു 73 ഇൻറ്റു 74 ഇൻറ്റു 76 ഇൻറ്റു 77 ഇൻറ്റു 78 ഇൻറ്റു 79. സോ ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക, എന്നിട്ട് ലാസ്റ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു 2 എന്ത് വരും? 2 എന്ന് വരും അല്ലേ? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24, അതിലെ 4 മാത്രം എടുക്കുക. 4 ഇൻറ്റു 6 എന്ത് വരും? 24 അല്ലേ? 4 മാത്രം എടുക്കുക. 4 ഇൻറ്റു 7 എന്ത് വരും? 28, 8 മാത്രം എടുക്കുക. 8 ഇൻറ്റു 8 64, 4 മാത്രം എടുക്കുക. 4 ഇൻറ്റു 9 36, 36ൽ 6 ആണ് അത് അവസാനം വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? 6 ആണ്. യൂണിറ്റ് ഡിജിറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് വരും? 6 എന്ന് വരും. ക്ലിയർ ആണോ? ഒന്നുമില്ല, ലാസ്റ്റ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു QAയിലെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഇതൊന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. നോക്കിക്കേ, 71 ഇൻറ്റു 72 ഇൻറ്റു ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഓരോ നമ്പർ ഇപ്പൊ 71 ഇൻറ്റു 72 ചെയ്യും, വീണ്ടും 72 ഇൻറ്റു 73 ചെയ്യും. അങ്ങനെയല്ലേ ചെയ്തു പോകുന്നത്? അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആദ്യം കിട്ടുന്ന വാല്യൂ എന്താ? 71 ഇൻറ്റു 72 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2ന്റെ അല്ലേ ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്നത്? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം പോരെ? അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ഡിജിറ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പോയാൽ മതി. ഓക്കെ, അതായത് ഇപ്പൊ 71 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 കിട്ടും. 2ന്റെ കൂടെ എന്ത് ചെയ്യുക? 3 ചെയ്യുക. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടും. ഇനി 6ന്റെ കൂടെ ആരെ ചെയ്യണം? 4 ചെയ്യണം അല്ലേ? 6 ഇൻറ്റു 4 എത്രയാ? 24 ആണ്. അപ്പൊ ഇതിൽ നിന്നും 4 എടുക്കുക. 4 ഇൻറ്റു 6 ചെയ്യുക, വീണ്ടും 24 കിട്ടി. ഇനി അടുത്ത 4 ഇൻറ്റു 7 ചെയ്യുക, 28 കിട്ടി. 8 ഇൻറ്റു 8 ചെയ്യുക, 64 കിട്ടി. 4 ഇൻറ്റു 9 ചെയ്യുക, എന്ത് കിട്ടും? 36. 36 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ, ഇത് മാറ്റട്ടെ. ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലഡ് റിലേഷൻ നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നോ?
ഓക്കെ, നമുക്ക് ബ്ലഡ് റിലേഷൻ നോക്കാം അല്ലേ? ഓക്കെ, നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 15 ക്വസ്റ്റ്യൻ നമ്പർ 15 വരെ ആയിരുന്നു ചെയ്തത്. അടുത്തത് 16 ആണ്. സോ ആൻസർ ചെയ്തോ. ചെയ്തിട്ട് എന്താ വരുന്നതെന്ന് വേഗം പറഞ്ഞേ. നോക്കിക്കേ, ഓക്കെ, ആൻസർ കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, രാജീവ് ഈസ് ദ ബ്രദർ ഓഫ് അതുൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം, രാജീവ് എന്ന് പറയുന്നത് അതുലിന്റെ ബ്രദർ ആണ്. ഓക്കെ, അതുലിന്റെ ബ്രദർ ആണ് അല്ലെ, അതുൽ. സോണിയ ഈസ് ദ സിസ്റ്റർ ഓഫ് സുനിൽ ആണ്. സോ സോണിയും സുനിലിനെയും പറ്റിയിട്ട് ഇവിടെ നമുക്ക് പറയാത്തതുകൊണ്ട് അവിടെ നമുക്ക് വെച്ചേക്കാം അല്ലെ. ഇനി അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അതുൽ ഈസ് ദ സൺ ഓഫ് സോണിയ. അതുൽ എന്ന് പറയുന്നത് ആരുടെ മകനാ? സോണിയയുടെ സൺ ആണ്, സോണിയ. ഇനി നമുക്ക് നോക്കാം, സോണിയ ഈസ് ദ സിസ്റ്റർ ഓഫ് സുനിൽ. ഓക്കെ, സുനിലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സുനിൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മെയിലിന്റെ ഒരു നെയിം ആണ് വരുന്നത്. പക്ഷെ നമുക്കത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഒരിക്കലും ആ നെയിം കണ്ടിട്ട് ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ നോക്കാൻ പാടില്ല. അവർ തരുന്നനുസരിച്ച് എടുക്കാവൂ. ഓക്കെ, ഇനി എന്താ ചോദ്യം? ഹൗ ഈസ് രാജീവ് റിലേറ്റഡ് ടു സോണിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജീവ് എന്ന് പറയുന്നത് സോണിയക്ക് ആരാണ്? ആരാ? സൺ ആണ് അല്ലെ, സോണിയയുടെ മകനാണ്. സോണിയ എന്ന് പറയുന്നത് അമ്മയാണ്, രാജീവിന്റെ അമ്മയാണ്. സോ നമുക്ക് എന്ത് പറയാം? നമുക്കിവിടെ സൺ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 17 ചെയ്തോ. 17 ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈസ് ദ ഫാദർ ഓഫ് ബി എന്നാണ് പറയുന്നത്. ആൻഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നാണ് പറയുന്നത്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ബ്രദർ ഓഫ് ബി. ആൻഡ് എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ മദർ ഓഫ് ബി അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, യു പ്ലസ് എച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. യു പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? യു ഈസ് ദ ഫാദർ ഓഫ് എച്ച് എന്ന് നമുക്ക് പറയാം. ഓക്കെ, യു എന്ന് പറയുന്നത് എച്ചിന്റെ ഫാദർ ആണ്. ഓക്കെ, കണക്ട് ചെയ്യാലോ. ഇനി എച്ച് ഇൻറ്റു എൽ ആണ് പറയുന്നത്. എച്ച് ഇൻറ്റു എൽ എന്ന് പറയുന്നത് എച്ച് ഈസ് ദ ബ്രദർ ഓഫ് എൽ എന്നാണ് പറയുന്നത്. എച്ച് ഈസ് ദ ബ്രദർ ഓഫ് എൽ. ഓക്കെ, ഇനി എൽ മൈനസ് ക്യൂ. എൽ ഈസ് ദ സിസ്റ്റർ ഓഫ് എന്ത് പറയാം? ക്യൂ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുന്നത് ഈസ് ദ മദർ ഓഫ് ആർ ആണ്. ക്യൂ ഇസ് ദ മദർ ഓഫ് ആർ.
ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്തല്ലോ. ഇനി എന്താ ചോദ്യം? ദെൻ എൽ റിലേറ്റഡ് ടു വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എൽ റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയാം? അമ്മയുടെ അല്ലെങ്കിൽ എന്താണ് വൈ എന്ന് പറയുന്ന ക്യൂവിന്റെ ഡോട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ സൺ ആയിരിക്കാം. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും മദർ ആണെന്ന് മനസ്സിലായി. സോ മദറിന്റെ സിസ്റ്റർ ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത്. ചെയ്ത് കഴിഞ്ഞവര് ക്വസ്റ്റ്യൻ നമ്പർ 18 ചെയ്തേ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ചെയ്ത് കഴിഞ്ഞവര് 18 ചെയ്തോ. നോക്കിക്കേ, എന്താ വരുന്നേ? സീമ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് സുധീർ. സുധീറിന്റെ ഡോട്ടർ ഇൻ ലോ ആണ് സീമ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ സുധീർ ആണ് സുധീറിന്റെ ഡോട്ടർ ഇൻ ലോ. അതായത് ഡോട്ടർ ഇൻ ലോ എന്ന് പറയുമ്പോൾ മകനുണ്ട്, മകനെ കല്യാണം കഴിച്ച ആളാണ് അല്ലെ ഡോട്ടർ ഇൻ ലോ ആയിട്ട് വരുന്നത്. ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഓഫ് രമേശ്. ഓക്കെ, സുധീർ ഈസ് ദ സീമ. ക്വസ്റ്റ്യൻ തെറ്റിയോ? സീമ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് സുധീർ എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, സീമയാണ് ഈ വന്നിരിക്കുന്നത് അല്ലേ? സീമ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് സുധീർ ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഓഫ് രമേശ്. ഓക്കെ, സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നുകിൽ ഈ കല്യാണം കഴിച്ച ആളുടെ എന്താണ് സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം അല്ലെ? രമേശിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഓക്കെ, രമേശിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. രമേശ് ആണ് ഇയാള്, ബ്രദർ ആയിട്ട് വരും. ഓക്കെ, കല്യാണം കഴിച്ച ആളുടെ ബ്രദർ ആണ് രമേശ്. ഇനി മോഹൻ ഈസ് ദ സൺ ഓഫ് സുധീർ. മോഹനാണ് സൺ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? ആൻഡ് ഒൺലി ബ്രദർ ഓഫ് രമേശ് എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മോഹനാണ് ഒൺലി ബ്രദർ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഹനെ നമുക്ക് സീമയുടെ ഹസ്ബൻഡ് ആയിട്ട് ഇരുത്താം. സോ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സീമ ആൻഡ് മോഹൻ. വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണ് വരുന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ ഈ ചെയ്തിരിക്കുന്നത്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒള്ളി എന്ന് പറയുന്നുണ്ട്, അതായത് മകനാണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഒള്ളി ബ്രദർ എന്നും എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സീമയുടെ ഹസ്ബൻഡ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടോ? സീമ എന്ന് പറയുന്നത് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സീമേനെ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് സെന്റൻസിലും പറയുന്നത് കേട്ടോ. സീമ എന്ന് പറയുന്നത് സുധീറിന്റെ ഡോട്ടർ ഇൻ ലോ ആണ്. സുധീറിന്റെ ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീറിന് ഒരു മകനുണ്ട്. ഓക്കെ, മകനെ കല്യാണം കഴിച്ച ആളെ അല്ലേ, അല്ലെങ്കിൽ മരുമോൾ എന്ന് പറയണമെങ്കിൽ മകനെ കല്യാണം കഴിച്ച ആളെ അല്ലേ നമ്മൾ പറയുന്നത്? അപ്പൊ അതാണ് സീമ. ഓക്കെ, സീമയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സുധീറിന്റെ മരുമോള്. ഓക്കെ അല്ലേ? യു പ്ലസ് അല്ലല്ലോ. സീമ എന്ന് പറയുമ്പോൾ എന്താണ്? മരുമോളെന്നല്ലേ പറഞ്ഞേ? അപ്പം മൈനസ്. സോ ഇനി പറഞ്ഞേക്കുന്നത് സീമ എന്ന് പറയുന്നത് സിസ്റ്റർ ഇൻ ലോ ഓഫ് രമേശ്. രമേശിന്റെ സിസ്റ്റർ ഇൻ ലോ കൂടിയാണ്. ഓക്കെ, അപ്പൊ രമേശ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇയാളുടെ ബ്രദർ ആയിട്ട് ഞാൻ കൊടുത്തു. സോ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയണമെങ്കിൽ ഇൻ ലോ അല്ലേ? അപ്പൊ എന്തായിരിക്കും? ബ്രദർ ആയിട്ട് കൊടുത്തു. ഓക്കെ, ബ്രദർ ആയിട്ട് കൊടുത്തു എങ്കിൽ ഇനി പറഞ്ഞേക്കുന്ന മോഹൻ ഈസ് ദ സൺ ഓഫ് സുധീർ. ഓക്കെ, മോഹൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വേറൊരു മോനാകാം. പക്ഷെ ഒരു സെന്റൻസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഒള്ളി ബ്രദർ ഓഫ് രമേശ്. രമേശിന് ആകെ ഒരേ ഒരു ബ്രദറേ ഉള്ളൂ, അതാണ് മോഹൻ. സോ മോഹനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ എങ്ങനെയാ കറക്റ്റ് ആക്കി കൂടെ? മോഹനും സീമയും അപ്പൊ എന്തായിരിക്കും? എന്താണ്? വൈഫും ഹസ്ബൻഡും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 19 and 20 ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. 19 and 20 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തോ.
ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 10 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ഇട്ട് തരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, സ്ക്വയേഴ്സും ക്യൂബ്സും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ 20 കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. ഏതാണെന്ന് പറയാവോ? ഏതാ? ആ, ആൻസർ പറഞ്ഞു. എന്താ വരുന്നേ? 27 ആണ് അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. 4ന്റെ ക്യൂബ് അറിയാമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? 8ന്റെ സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ, ഇനി 15ന്റെ ക്യൂബ് എന്ന് പറഞ്ഞേ. 15 ക്യൂബ് എന്ന് പറഞ്ഞേ. എന്ത് വരും? 3375 അല്ലേ? ഇനി 12ന്റെ ക്യൂബ് പറഞ്ഞേ. 12ന്റെ ക്യൂബ് പറഞ്ഞേ. 1728 ആണ് വരുന്നത്. ഓക്കെ, ഓക്കെ, 95ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞേ. 95ന്റെ സ്ക്വയർ. 95ന്റെ സ്ക്വയർ പറഞ്ഞേ വേഗം. 9025 ആണല്ലേ? 9 തൊട്ട് താഴെയുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 10 9025 എന്ന് വരും. ഓക്കെ, 13ന്റെ സ്ക്വയർ പറഞ്ഞേ. 13ന്റെ സ്ക്വയർ. എന്താ വരുന്നേ? 169. ഓക്കെ, ഇനി 24ന്റെ സ്ക്വയർ പറഞ്ഞേ. 24ന്റെ സ്ക്വയർ. എന്ത് വരും? 576. 26ന്റെ സ്ക്വയർ പറഞ്ഞേ. 26. എന്ത് വരും? 676. ഓക്കെ, അപ്പൊ നിങ്ങൾ 30 വരെയും അതുപോലെ 15 വരെയുള്ള അല്ലെങ്കിൽ 50 വരെയുള്ള ക്യൂബ്സ് പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും മതി. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വെൻ ഡയഗ്രാം ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഫോട്ടോഗ്രാഫി ബ്ലഡ് റിലേഷൻ 1 ക്വസ്റ്റ്യനോ? ഫോട്ടോഗ്രാഫി എന്താ ഉദ്ദേശിച്ചേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലഡ് റിലേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. സോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണ്ടവർ ചോദിക്കുക, നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ 20യോ? ക്വസ്റ്റ്യൻ 20 1920 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1920 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, പോയിന്റിങ് ടു എ ലേഡി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എങ്കിൽ.
ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. കാരണം കുറെ പേര് പോയി. ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവർക്ക് അത് മിസ്സാവും. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഡൗട്ട് ഉള്ളവർ ചോദിക്കും, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബാക്കി. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ ബ്ലഡ് റിലേഷൻ കംപ്ലീറ്റ് ആയി. ഈ ഒരു പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇതിന്റെ തന്നെ എടുത്ത് ഞാൻ തരാം കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. താങ്ക് യു.